തീവ്രപരിചരണ മുറിയുടെ നിറം ഒരുതരം വലിഞ്ഞുമുറുകിയ നീലയാണ് എന്ന് ആതിരയ്ക്ക് തോന്നി. പടത്തിൽ കണ്ടതും സിനിമയിൽ കണ്ടതും സ്വപ്നത്തിൽ കണ്ടതുമെല്ലാം സാധാരണ നീലനിറത്തിലുള്ളതായിരുന്നു. അടുത്ത കിടക്കയിൽ മൂക്കിലും വായിലും മൂത്രത്തിനായുമൊക്കെ കുഴലുകൾ പിടിപ്പിച്ച ശരീരത്തോടെ വന്നു കിടന്നതിനു ശേഷം ഒരിക്കൽ പോലും കണ്ണു തുറന്നിട്ടില്ലാത്ത അപ്പൂപ്പൻ ഇന്നലെ മരിച്ചതിനു ശേഷമാണ് ഈ മുറിയുടെ നിറമിങ്ങനെ വലിഞ്ഞു മുറുകിയത്. മുള്ളുവേലിയിൽ അമർത്തിയുരഞ്ഞാലെന്ന പോലെ വേദന പടർന്ന് ഞെട്ടിയുണർന്നപ്പോഴാണ് മരിച്ച അപ്പൂപ്പന്റെ ജീവിതം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന യന്ത്രങ്ങൾ നഴ്സു ചേച്ചിമാർ അഴിച്ചുമാറ്റുന്നത് കണ്ടത്. തോറ്റു എന്ന മുഖഭാവത്തോടെ അപ്പൂപ്പൻ കണ്ണടച്ചു കിടന്നു. നരച്ച കുറ്റിത്താടിയും വരണ്ടു മൊളിവീണ കഷണ്ടിത്തലയും ആ തോൽവിക്ക് ആക്കം കൂട്ടി. അപ്പൂപ്പന്റെ മെലിഞ്ഞുണങ്ങിയ മകൻ കൈപ്പത്തികൊണ്ട് വായപ്പൊത്തി അച്ഛനെ കണ്ണിളക്കാതെ നോക്കി നിൽക്കുന്നു. അയാളുടെ വലതു കണ്ണിന്റെ ഉൾക്കോണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ മീശയിലേക്ക് ഇറ്റിവീഴുന്നത് ആതിര കണ്ടു. ഇന്ന് രാവിലെ പോലും അച്ഛനു വേണ്ട ഓറഞ്ചും മുസമ്പിയും അയാൾ നഴ്സുമാർക്ക് കൈമാറുന്നത് ആതിര കണ്ടതാണ്. പെട്ടെന്ന് ബ്ലേഡ് കൊണ്ട് തലങ്ങും വിലങ്ങും വരയുന്നതുപോലെ തോന്നി ആതിരയുടെ ശരീരത്തിന്. പോറലുകളിൽ മുളകുപൊടി വിതറുന്നതുപോലെ. അമ്മാ, വയ്യ എന്നവൾ ഞരങ്ങി. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.